വയനാടിനെ നടുക്കിയ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 5ാം വാർഷികത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ചൂരൽമലയിൽ ഒരു നാടിനെ മുഴുവൻ ഉരുൾക്കവർന്നത്. ദുരന്തത്തിന്റെ നോവായി മാറിയ അവശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് പുത്തുമലയിൽ. ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഭീതിയോടെ ദുരന്തഭൂമിയിൽ അന്തിയുറങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തുകാർ. ഓഗസ്റ്റ് 8 നിന്ന് 2024 ജൂലൈ 30 ദൂരമാണ് പുത്തുമലയിൽ നിന്ന് ചൂരൽമല മഹാദുരന്തത്തിലേക്കുള്ള ദൂരം. പുത്തുമലയിൽ ദുരന്തമുണ്ടായി 5 വർഷമാകുന്നതിന് 4 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു നാട് മുഴുവൻ ആ തീരാനഷ്ടത്തിന്റെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല. പുത്തുമലയിൽ ഏതാണ്ട് 52 വീടുകളെ പൂർണ്ണമായി തകർത്തെറിയുകയും 22 വീടുകളെ ഭാഗികമായി തകർത്തെറിയുകയും ആടുമാടുകളും ആൾനാശവും അടക്കം 17 മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ദുരന്തമുഖത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഇതൊരു പ്ലാറ്റ്ഫോമല്ല, ഒരു വീടിന്റെ മുകൾ ഭാഗമാണ്. ഈ വീടിന്റെ താഴെ ഭാഗം മുഴുവൻ ആ ദുരന്തത്തിൽ മണ്ണിൽ പുതഞ്ഞു പോയതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് താഴെയുണ്ടായിരുന്ന അടുക്കളയിൽ ഈ വീട്ടിലെ വീട്ടമ്മയായിരുന്ന ഹാജറ ജീവനറ്റ നിലയിൽ ദിവസങ്ങളോളം കിടന്ന് അതിനുശേഷം നാട്ടുകാർ ഏറെ സാഹസികമായി പുറത്തെടുത്ത് അവരുടെ മൃതദേഹം സംസ്കരിച്ചതുമാണ്. അങ്ങനെ ഒരുപാട് വേദനകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് പുത്തുമലയിൽ ഞങ്ങളിപ്പോൾ ഉള്ളത്. സ്വാഭാവികമായി പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള എന്തുകൊണ്ട് ഈ ദുരന്തം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തുവെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അവകാശപ്പെട്ട് 5 വർഷം പിന്നിടുമ്പോഴാണ് കേരളം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് ഈ നാട് വീണ്ടും ചെന്ന് പതിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഒരു വീടാണ്, അങ്ങനെ മണ്ണിൽ നിലം പൊത്തിപ്പോയ ഒരു വീടാണ്. ഇതിന് തൊട്ടു സമീപത്തായി ഇതുപോലെ തന്നെ പിന്നീട് ഒരു മനുഷ്യന് പോലും അകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ മണ്ണിൽ ഇരുന്നു പോയ മറ്റൊരു വീട് കൂടിയുണ്ട്. ഇങ്ങനെ ഇവിടെ തകർന്നടിഞ്ഞത് ഏതാണ്ട് 52ഓളം വീടുകളായിരുന്നു. സ്വാഭാവികമായി അന്നത്തെ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ 200-ലേറെ പേരെ കാണാതാകുകയും 385-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് ഔദ്യോഗികമായി സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഈ മഹാദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നതും. സ്വാഭാവികമായി ഇപ്പോഴും എത്രയധികം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഔദ്യോഗികമായ കണക്കുകളൊന്നും പുറത്തുവിടാൻ സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നതേയുള്ളൂ. രക്ഷാപ്രവർത്തനം മറുവശത്ത് പുരോഗമിക്കുകയുമാണ്. അപ്പോഴും 5 വർഷം മുമ്പുണ്ടായ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഈ പ്രദേശവാസികളെ വിട്ടുമാറുന്നില്ല. ഈ സ്ഥലത്ത് ആ ദുരന്തമുണ്ടായിരുന്ന സമയത്ത്, ദുരന്തമുണ്ടായ ദിവസം പുത്തുമലയിലുണ്ടായിരുന്ന പ്രദേശവാസി ഒബൈദ് നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് 5 വർഷമാകാൻ പോവുകയാണ് പുത്തുമലയിൽ ഈ ദുരന്തമുണ്ടായിട്ട്, എങ്ങനെയാണ് നിങ്ങൾ ഓർത്തെടുക്കുന്നത്? അതായത് അത് ഏറ്റവും വലിയൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. കാരണം പുത്തുമലയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു സംഭവമാണ് അന്ന് നടന്നത്. പക്ഷെ ഈ മരണം ഒരുപാട് കവിയായിരുന്നു. ഇതുപോലെ തന്നെ 10, 400, 500 ആളുകൾ അതിൽ പെടേണ്ടതായിരുന്നു. അത് പകല് 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ തലേന്ന് രാത്രി തന്നെ ഈ പച്ചക്കാട് എന്ന പ്രദേശത്ത് ഒരു വീട് ഇതേപോലെ ചെറുതായി ഉരുൾപൊട്ടി അവരെ വീട് നഷ്ടപ്പെടുകയും അവിടുന്ന് ആ വീട്ടിലുള്ള ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തു. ആ വിവരം ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾക്ക് തരികയും ഞങ്ങൾ ജനപ്രതിനിധികളും നാട്ടുകാരെല്ലാവരും കൂടി അന്ന് രാവിലെ തന്നെ 6 മണിക്ക് ഈ പച്ചക്കാട് പ്രദേശത്തുള്ള ജനങ്ങളെ കംപ്ലീറ്റ് കൂട്ടി ഈ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ആ സ്കൂളിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ അത്രയും ആളുകൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അത്രയും കുടുംബങ്ങൾ അതിൽ പെട്ടുപോയിരുന്നു. ഈ മുണ്ടക്കൈ ഉണ്ടായിരുന്ന അതേപോലെ ഉള്ള സംഭവം പുത്തുമലയിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ മുൻകരുതലായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വാർഡ് മെമ്പർ, ഇവിടെയുള്ള യുവാക്കള്, നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ച് സഹകരിച്ച് ആളുകളെ ആ പ്രദേശത്തുനിന്ന് മാറ്റി സ്കൂളിലേക്ക് മാറ്റിച്ചുകൊണ്ട് മഹാദുരന്തം ഒഴിവായി എന്ന് മാത്രമേ പറയുള്ളൂ. എന്നിട്ടും 17 പേർ ഈ 17 പേർ അതിൽ കുടുങ്ങിപ്പോകാൻ കാരണം ഈ 17 പേരെന്ന് പറയുന്നത് അവരുടെ ആടുകൾ, അതുപോലെ പശുക്കൾ, അവരൊക്കെ ഈ ക്യാമ്പിലേക്ക് വന്ന ആളുകളാണ്. അവരൊക്കെ ഈ 17 ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ സാധനങ്ങൾ എടുക്കാനും അതിനു ഒറ്റപ്പെട്ട ആളുകൾ അവിടെ പോയി അങ്ങനെ ആ ദുരന്തത്തിൽ പെടുകയാണ് ഈ 17 ആളുകളും ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് നിങ്ങൾ മറന്നിട്ടുണ്ടാകത്തില്ല. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഈ സ്ഥലത്തിന്റെ ഉടമ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളുടെ മരുമകള്
ഹാജർ അവരെല്ലാവരും വേള കൂടിയിട്ട് അയാളെ അനിയൻ അബു എന്ന ആളിന്റെ വീട്ടിലേക്ക് അവർ അങ്ങോട്ട് മാറുകയും ഈ കുട്ടി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന്റെ പേരിൽ ആ കുട്ടി ഇതിനകത്ത് പെടുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ വിധി ഹാജരെ മാത്രം വിധി ഹാജരെ മാത്രമാണ് കവർന്നെടുത്തത്. അപ്പൊ എന്ത് ചെയ്യാനാണ്? അന്ന് ഈ പ്രദേശത്തേക്ക് ഒരു മനുഷ്യർക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ അന്ന് ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്നത്തെ സമയത്ത്. ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ പുലർച്ചെ 5:30 മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കിട്ടിയ വെട്ടത്തിനടിസ്ഥാനം ഇതിലൊന്നും വഴിയില്ല, കംപ്ലീറ്റ് കാടാണ്. ഈ പ്രദേശത്ത് കൂടി മെല്ലെ മെല്ലെ വന്ന് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫീൽഡ് ഓഫീസർ വീടിന്റെ മുമ്പിൽ ഒരു 2-3 മൃതദേഹം കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഞങ്ങൾ കംപ്ലീറ്റ് മേലെ എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിച്ചു കൊടുത്ത് അങ്ങനെ തെരഞ്ഞു വരുന്ന സമയത്താണ് ഈ വീട്ടിലേക്ക് വരുന്നത്. കാരണം ഇവിടെ തലേന്ന് രാത്രി ഒരു ഒച്ച കേട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിന്റെ അടുത്തേക്ക് വരുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഈ വീടിന്റെ അടുക്കള ഭാഗത്ത് ഇത്രയും ഭാഗത്ത് വെള്ളം അടിച്ചു കയറിയിട്ട് ആ ഹാജറ എന്ന് പറഞ്ഞ ആ യുവതി അവര് അതിനകത്ത് മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഉടനെ അവരെ എടുത്ത് അവരെ ബന്ധുവാണിത്, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പിന്നീട് അബു. നമുക്ക് ഈ അങ്ങനെ ഞങ്ങൾ ഇവരൊക്കെ കൂടി കൂട്ടിയിട്ട് നേരെ കൊണ്ടുപോയി. അതുപോലെ ഇവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്. ആ ഡിസ്പെൻസറിയിൽ മുറിവ് പറ്റിയ ആളുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു തരത്തിൽ രക്ഷപ്പെടുത്തി. അപ്പൊ ഏറ്റവും വലിയൊരു മഹാദുരന്തം പുത്തുമലയിൽ നിന്ന് ഇതുവരെ മുണ്ടക്കയത്ത് ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലായിട്ട് ഇവിടെയുള്ള ജനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ പാടെ കൂടിയിട്ട് എടുത്തൊരു കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ 400-450 ആളും പുത്തുമലയിൽ മരണപ്പെടും. അന്ന് മരണപ്പെടുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട സംശയമുള്ളത്, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് ഈ 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതിക്ക് മുമ്പ് തുടർച്ചയായി 2 ദിവസം ആർത്തലച്ചു പെയ്യുന്ന മഴയുണ്ടായിരുന്നു. ഇതേ സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെയും ഉണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ഇതേ സാഹചര്യം തന്നെയായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു. നമുക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ആപത്ത് ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണക്കൂട്ടിട്ട് ആ തലേന്ന് 7-ാം തീയതി അവിടെ മേലെ ഒരു വീട് ഇതുപോലെ രാത്രിക്ക് പൊട്ടി. അവര് നമുക്ക് വിവരം തന്നു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ എല്ലാവരും പച്ചക്കാടിൽ ഇതേപോലെ എല്ലാവരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാവും. അപ്പൊ ഈ വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് 5 മണിക്ക് തന്നെ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് പച്ചക്കാടിൽ നിന്ന് ആളുകളെ കംപ്ലീറ്റ് സ്കൂളിലേക്ക് മാറ്റിയതുകൊണ്ട് ഒരു മഹാദുരന്തത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു. അതായത് അന്ന് ഇതേ നടപടി 29-ാം തീയതി ആദ്യഘട്ടത്തിൽ അവിടെ ഉരുൾപൊട്ടിയിരുന്നു. സ്വാഭാവികമായി ഇത്തരത്തിലൊരു നടപടി അന്ന് അവിടെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്ത് പറയാനാ, അതൊക്കെ അവരെ സമയമായി പോയി എന്നല്ല. അല്ല നമുക്ക് എന്ത് പറയാനാ, നമുക്ക് അറിഞ്ഞതിന്റെ സ്ഥിതിയിൽ പുത്തുമലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞു. ഇതും അതുപോലെ തന്നെ ഞങ്ങൾ അറിയുന്നത് പിന്നെ രാത്രിക്ക് അർദ്ധരാത്രി ഒക്കെ ഈ പറയുന്ന അബു എന്ന് പറഞ്ഞ ആളൊക്കെ നേരെ ചൂരൽമല പോയി മുണ്ടക്കായി അവിടെ രക്ഷാപ്രവർത്തനത്തിലേക്ക് അവിടെ എത്തിപ്പെട്ടതാണ്. ഇവിടുന്ന് 4 മണിക്കൊന്നും പോകാൻ പറ്റില്ല പുത്തുമലിന്. എന്നിരുന്നാലും അവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താം എന്നുള്ള ധാരണയിലാണ് ഇവിടുന്ന് പരമാവധി ആളുകൾ പുത്തുമലിൽ നിന്ന് തന്നെ. ഇവിടെ പിന്നത്തെ ശ്രീ അബു, താങ്കൾ അന്ന് അപകടത്തിൽ മരണപ്പെട്ട ഹാജിറയുടെ ബന്ധു കൂടിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടന്ന് മനസ്സമാധാനത്തോടെ അതിനുശേഷം ഉറങ്ങുന്നത്? മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള എന്തെങ്കിലും ശ്രമം അപ്പോഴുണ്ടായിരുന്നു? അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു സംവിധാനമില്ല. ഞങ്ങൾ 2 വീട്ടുകാരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. 2 വീട്ടുകാരെ ഈ പരിശോധന കഴിഞ്ഞിട്ട് ഇവിടെ വാസയോഗ്യമാണ്, നിങ്ങളിവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിട്ടതാ. ഈ സംഭവം മുണ്ടക്കായി നടക്കുമ്പോൾ തന്നെ അതിന്റെ തലേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോയി. രാവിലെ ഞായറാഴ്ച എണീറ്റപ്പോൾ തന്നെ ഏകദേശം ഈ പറമ്പ് മൊത്തം വെള്ളത്തിലായിരുന്നു. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് വെള്ളം കൂടി. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി മുൻകരുതൽ എന്ന് ഞങ്ങളൊന്നും അനുഭവിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ചെറിയൊരു ബോധമുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച കാലത്ത് തന്നെ ഞാൻ എന്റെ ഫാമിലി മൊത്തം ഇവിടുന്ന് എന്റെ സഹോദരന്റെ ഈ വീടിന്റെ ഉടമകളുടെ കാപ്പൻകൂലി താമസിക്കുന്നത് അവരെ വീട്ടിൽ കൊണ്ടാക്കി. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനും പോയി. അങ്ങനെ ഞങ്ങള് മൊത്തം ഇവിടുന്നുള്ള ആളുകളൊക്കെ അന്ന് തന്നെ താമസം മാറ്റി. പിന്നെ ഇതുവരെ നമുക്ക് ഇതിനൊരു ബദൽ സംവിധാനം ചെയ്ത ഇപ്പോഴും പേടിയാ. ഇപ്പോ ഇന്നലെ മുതൽ ഞാൻ ഇങ്ങോട്ട് താമസം വന്നു. അതായത് അവിടെ ബന്ധുവീട്ടിലും ആളുകൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, നിൽക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് അന്ന് ഈ പുനരധിവാസം ഇവിടെ ഒരുപാട് തരത്തിലുള്ള സഹായങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഈ പുത്തുമലയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായി. ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചാല് പിന്നെ വീഴ്ച സംഭവിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനും എന്റെ സഹോദരന്റെ മകൻ ഷക്കീർ. ഈ വീട് അത് ഞങ്ങൾ ഈ മൊത്തം ഒരു പ്രദേശം ഞങ്ങളെ തറവാട് സ്ഥല. ഇവർക്കൊക്കെ ബദല് കിട്ടി. പക്ഷെ ഞങ്ങളെ 2 പേരെ അതിൽ നിന്ന് മാറ്റി നിർത്തി.
എന്താണെന്നറിയില്ല മാറ്റി നിർത്തി. അങ്ങനെ ഞങ്ങൾ അത് പിന്നെ പരാതി കൊടുത്ത് NITന്റെ അന്വേഷണം കഴിഞ്ഞു. NITന്റെ അന്വേഷണം കഴിഞ്ഞ് അവര് ഇത് വാസയോഗ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ കളക്ടറേറ്റിലേക്ക് അതിന്റെ റിസൾട്ട് ഇപ്പോൾ അടുത്ത ദിവസം അയച്ചത്. അടുത്ത ദിവസമല്ല, ഒരു വർഷം മുമ്പ്. അത് അവിടുന്ന് പിന്നെ താലൂക്കിലേക്ക് പോയി. താലൂക്കിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോ നിങ്ങളെ വില്ലേജിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വില്ലേജിൽ നിന്ന് അതിന്റെ റിസൾട്ട് ഇതുവരെ തിരിച്ച് കളക്ടറേറ്റിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സ്വാഭാവികമായി ഞങ്ങൾ ഈ വാർത്ത ചെയ്യാൻ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം പോലും സമാനമായ ഒരു ദുരന്തമാണ് 2 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ചൂരൽമലയിലും ഉണ്ടായിരിക്കുന്നത്. അവിടെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഈ വാർത്ത അങ്ങ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഹതഭാഗ്യരായ 753 കുടുംബങ്ങൾ അവര് വിവിധ ക്യാമ്പുകളിലായി കഴിയുകയാണ്. ആ ക്യാമ്പുകളിലുള്ള ആളുകളുടെ അവസ്ഥയും ഇതുതന്നെയാകുമോ എന്ന് വലിയ ആശങ്ക ഒരു വശത്ത് നിന്ന് ഉയരുകയാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് അന്ന് ദുരനുഭവം നേരിട്ടവരാണ്, ഇരകളായവരാണ് നിങ്ങൾ. അവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എവിടെയാണെന്ന് പറഞ്ഞാല് അത് നേരത്തെയൊക്കെ ഞങ്ങൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എങ്ങനെ പുറത്താക്കപ്പെട്ടു എന്നുള്ളത് അറിയില്ല. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കിപ്പോ അതിനെക്കുറിച്ച് അറിയാം. ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തതയല്ല. അല്ല, ഈ ദുരന്തം, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പച്ചിക്കട ആ മുകൾ ഭാഗത്ത് നിന്നാണ് അന്ന് ഉരുൾ പൊട്ടുന്നത്. 4 കിലോമീറ്റർ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇത് ഇവിടെ നിന്ന് എവിടെ വരെയായിരുന്നു അന്നത്തെ ആ ദുരന്തത്തിന്റെ ഒരു തീവ്രത? അത് ഈ ഭാഗങ്ങൾ വരെയായിരുന്നു. ഈ ഭാഗം ആയിരുന്നു. അതൊരു വീടാ, എന്റെ സഹോദരന്റെ വീടാ. അതൊക്കെ അതിൽ പോയതാ. എന്റെ വീടും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 100 മീറ്ററോളം പോകണം. എന്നിട്ട് ആ വീട് വരെ പോയതാ. അപ്പൊ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം മുഴുവൻ അന്ന് ദുരന്തം. ഇത് വീടാ, ഇവിടെ ഒരു വീടായിരുന്നു. അതൊക്കെ ആ പ്രദേശം മുഴുവൻ അതിൽ പോയതാ, നഷ്ടപ്പെട്ടതാ. എന്നിട്ടും നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തും. നമ്മളാ ഒരു അനുഭവം ഇവർക്ക് വരരുത് എന്നുള്ളത് നമുക്കൊരു നിർബന്ധമുണ്ട്, നമ്മളൊരു അപേക്ഷയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾക്ക് എനിക്കറിയാം ഈ വേദന. അതായത് 5 വർഷമായിട്ട് ഇവിടെ കഴിയുന്ന 2 വർഷത്തോളം ഞാൻ വാടകയ്ക്ക് മേപ്പാടിയായിരുന്നു. എന്നെ കൊണ്ട് കഴിയില്ല. ഞാനൊരാൾ അധ്വാനിച്ചിട്ട് വേണം എന്റെ കുടുംബം ജീവിക്കണമെങ്കിൽ. എന്നെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ശരി, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ സഹായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം തരുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും ആ വീഴ്ച പറ്റിയോണ്ടാണല്ലോ നമ്മളുള്ളത് ഇവിടെ. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ആരൊക്കെയുള്ള? എന്റെ ഭാര്യയും 3 മക്കളും. 3 മക്കളും. അപ്പൊ ഇവര് ഇങ്ങോട്ട് വരുന്ന ഒരു തീരുമാനത്തോട് അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ അവര് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, നമുക്ക് തെരുവിൽ തെണ്ടിയിട്ടാണെങ്കിലും ശരി മേപ്പാടി ജീവിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജീവിക്കാം, എന്നെ കൊണ്ട് കഴിയില്ല. എന്ത് തൊഴിലാണ് എടുക്കുന്നത് താങ്കൾ? ഞാൻ അപ്പോൾസ്റ്ററി വർക്കാണ്, വർക്ക്ഷോപ്പ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അവര് തീർച്ചയായിട്ടും വരുന്നില്ല എന്നുള്ള അവര് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ നില നിങ്ങൾക്ക് ഈ ചൂരൽമലയിൽ ഇങ്ങനെ ഒരു മഹാദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? അതുണ്ട്. അത് ഒരു നേരത്തെ തന്നെ, അതായത് ഞായറാഴ്ച രാത്രി ഒരു 2 മണിക്ക്, വെളുപ്പിന് 2-2:30 മണിക്ക് എനിക്ക് എന്റെ സഹോദരന്റെ മകൻ ചൂരൽമലെന്ന് വിളിച്ചു. മാമ ഇവിടെ വെള്ളം ഏകദേശം പുഴയിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. എന്റെ സഹോദരന്റെ ഒരു മകള് പുഴവക്കത്താ താമസിക്കുന്നത്. ജുമൈലത്തിന്റെ വീടിന്റെ വരെ വെള്ളം കയറി. അപ്പൊ ഞാൻ ചോദിച്ചു അവരെവിടെ? അവര് സേഫാണ്, അവരിവിടുന്ന് മാറിയിട്ടുണ്ട്, മോളെ വീട്ടിലാണ് ഉള്ളത്. നല്ല വെള്ളം കയറിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളോട് ശ്രദ്ധിക്കാനാ പറഞ്ഞു. അപ്പോ തലേ ദിവസം തന്നെ അവിടെ ചെറിയൊരു ഒരു സൂചന തന്നിട്ടുണ്ട്. പുത്തുമലയിൽ അതുപോലെ തന്നെ ആയിരുന്നു. തലേ ദിവസം സൂചന തന്നു. ആ സൂചനയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള ജനങ്ങള്, താഴെ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ പോയിട്ട് ബലമായിട്ടാണ് ഞങ്ങൾ അവരെ പച്ചക്കാട്ടുകാരെ കൊണ്ടുവന്ന്, ചില വീട്ടുകാരെ ഞങ്ങൾ വരില്ല, ഇവിടെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ബലമായിട്ടാണ് പിടിച്ചു കൊണ്ടുവന്നത്. പിന്നെ അവരെ കാണുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറ്റി. അതായത് അന്ന് ആ മരണസംഖ്യ 17 ഒതുങ്ങിയത് അതിനു മുൻപായി ഇവിടെയുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ മുണ്ടക്കൈയിൽ നഷ്ടപ്പെട്ട മാതിരിയുള്ള ഒരുപാട് ജനങ്ങൾ 100-400 ആളോളം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പച്ചക്കാട്. അത് സംഭവിക്കുന്നു. അത് അവിടുന്ന് ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു വലിയ ദുരന്തം ഒഴിവായി പോയത്. സ്വാഭാവികമായി ഈ വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏർപ്പെട്ടിരിക്കുന്ന രാവും പകലുമില്ലാതെ ഉറക്കമില്ലാതെ ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന മുഴുവൻ രക്ഷാപ്രവർത്തകരെയും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായവരുടെ പ്രവർത്തനങ്ങളെയും ആദരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വാർത്ത ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ
പുത്തുമല ദുരന്തത്തിന് തൊട്ടുമുമ്പ് തലേ ദിവസം ഇവിടെ നിന്ന് ആളുകളെ ബലമായി ഒഴിപ്പിക്കുന്ന നടപടികൾക്ക് നാട്ടുകാരും യുവജന സംഘടനകളും തന്നെയായിരുന്നു നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് അങ്ങനെ മരണസംഖ്യ 17 ഒതുങ്ങുന്ന തരത്തിലേക്ക് 17 ജീവനുകൾക്ക് മാത്രമാണ് അന്ന് നഷ്ടപ്പെടുന്ന ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. അല്ലെങ്കിൽ ആളുകളെ ഒഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു മഹാദുരന്തം പുത്തുമലയിലും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ 380-ലധികം ആളുകളുടെ ജീവൻ നഷ്ടമായെന്ന് ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ തന്നെ പറയുമ്പോൾ അതിന് തൊട്ടു തലേ ദിവസം ഇതേ സ്ഥലത്ത് ദുരന്തമുണ്ടാകുന്നതിന് 8 കിലോമീറ്റർ മുകളിൽ വെള്ളാർമലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന വാർത്തകൾ മുൻപ് തന്നെ നൽകപ്പെട്ടിരുന്നു. അതിന് തൊട്ടു തലേ ദിവസം തന്നെ നൽകപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ ആളുകളെ പൂർണ്ണമായി ഈ അപകട മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഇത്രയധികം വലിയൊരു ആൾനാശത്തിലേക്ക് നയിച്ചതെന്ന് പ്രദേശവാസികൾ തന്നെ പറയുമ്പോൾ അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പുത്തുമല ദുരന്തത്തിന്റെ 5ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ചൂരൽമലയിൽ മഹാദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ ഇല്ലാതായി കേരളത്തിന് മുമ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചതിന്റെ വേദന പേറിക്കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഇനിയും കാലവർഷം വരും, ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും, ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ കൃത്യമായി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ യഥാവിധം പ്രവർത്തിച്ചില്ല എങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും മഹാദുരന്തത്തിന് വഴിവെക്കുക എന്നത് ചൂരൽമലയിലും പുത്തുമലയിലും കേരളത്തിന് മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തലായി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്യാമറമാൻ പ്രജിത് പാങ്കോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.